ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പല്ല് തേച്ച് മുഖം കഴുകിയിട്ട് വന്നിരിക്കുവാണ്. ഇന്നലെ രാത്രി സ്വന്തമായിട്ടൊരു ഫേഷ്യലൊക്കെ ചെയ്തു, മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു പർപ്പസ് ഉണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഒരു ചെറിയൊരു യാത്രയുണ്ട്. ചെറിയ യാത്ര, കോഴിക്കോട് വരെ പോവാണ് വിത്ത് ഫാമിലി. ബോയിച്ചേട്ടനും വരുന്നുണ്ട്. ബോയിച്ചേട്ടനായിട്ടുള്ള യാത്രകൾ വളരെ അപൂർവമാണ്. ഇതിപ്പോൾ ഒരു അതിശയം എന്ന് പറയാം. ബോയിച്ചേട്ടനും കൂടെ വരുന്നൊരു യാത്ര. ട്രിവാൻഡ്രം വിട്ട് പുള്ളിക്കാരൻ അധികം യാത്ര ചെയ്യാറില്ലല്ലോ, മാക്സിമം കൊച്ചി അത്രേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. കാര്യം പോകേണ്ട ഒരു ആവശ്യമുണ്ട്. എൻ്റെ മൂത്ത എൽഡർ ബ്രദർ രാജ്നാരായണൻ, ചേട്ടൻ്റെ മകൻ്റെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആദിത്യനെ, വിഷ്ണുവിൻ്റെ വലിയ ഫ്രണ്ടാണല്ലോ. ഇവിടെ ചില വീഡിയോസിലൊക്കെ ആദിത്യൻ ഉണ്ടാവാറുണ്ടല്ലോ, കസിൻ ആദിത്യൻ്റെ കല്യാണമാണ്. പെൺകുട്ടി കോഴിക്കോട് സൈഡിൽ നിന്നാണ്, കോഴിക്കോടുകാരിയാണ്, അനഘ. അപ്പോൾ കല്യാണം അവിടെ, ട്രിവാൻഡ്രത്ത് റിസപ്ഷനുണ്ട് 2-ാം തീയതി. ഞങ്ങളെല്ലാവരും പോകണം. അപ്പോൾ അങ്ങോട്ട് പോകുന്നത് ഞങ്ങൾ കുറച്ച് ആൾക്കാർ, ലിമിറ്റഡാണ്, കുറച്ച് റിലേറ്റീവ്സ്, നിയർ ആൻഡ് ഡിയർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ. ഓക്കെ. അപ്പോൾ ഈ അനുക്കുട്ടിയും വരുന്നുണ്ട്, കുടുംബങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് യാത്ര. അപ്പോൾ ട്രെയിനിലാണ്. പൊടും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് 3-ാമത്തെ ട്രിപ്പാണ് ട്രെയിനിലുള്ള യാത്ര. കൊച്ചി വരെ പോയിട്ടുള്ളൂ, പക്ഷേ കോഴിക്കോട് വരെ പോകാമെന്ന് പറയുമ്പോൾ എങ്കിലും കുഴപ്പമില്ല. വന്ദേ ഭാരതിലാണ് പോകുന്നത്. 6 hours കൂടുതൽ എടുക്കില്ലല്ലോ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞങ്ങൾക്ക് കൺഫേം അല്ല കേട്ടോ ടിക്കറ്റ്. എങ്കിലും അറിയില്ല, ചിലപ്പോൾ ഈക്കോ റിലീസ് ചെയ്ത് കിട്ടിയാൽ കുറച്ചുകൂടി എളുപ്പമാവുമെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് സാരീസ്, പട്ട് സാരി തന്നെ വേണമെന്ന് വിചാരിച്ചു പ്രാവശ്യം. ഫാൻസി വേണ്ട, അതുകൊണ്ട് പട്ട് സാരികളുടെ ഒരു കളക്ഷൻ വെളിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. സെലക്ഷൻ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഞാനും എൻ്റെ കുട്ടിയും കൂടി ഇരുന്ന് സെലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ബ്ലൗസുള്ള സാരി നോക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടും ബ്ലൗസൊക്കെ തപ്പിക്കൊണ്ടതാണ്. അങ്ങനെ കുറച്ച് വിശേഷം. അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ അല്ല പോകുന്നത്, ഉച്ചയ്ക്ക് ശേഷമാണ് ബാക്കി പെട്ടി എടുക്കൽ, ബാക്കി കാര്യങ്ങളുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ. നാളെ തന്നെ തിരിച്ചു വരും കേട്ടോ. നാളെ രാത്രി വൈകുന്നേരത്തെ വന്ദേ ഭാരതത്തിൽ തിരിച്ചു വരും. ഉച്ചയ്ക്ക് മുന്നേ കല്യാണം കഴിയും. ഈവനിങ് വന്ദേ ഭാരതത്തിൽ കയറിയാൽ രാത്രി എത്തും. അപ്പോൾ കുടുംബങ്ങളുടെ അടുത്ത യാത്ര കുട്ടി കുടുംബങ്ങളെ ഞാൻ. ആൻഡ് സ്പെഷ്യൽ ഒക്കേഷനാണിത്. കാര്യം ബോയിച്ചേട്ടൻ്റെ കൂടെ ഞങ്ങളോടൊപ്പം വരുന്നുണ്ട്. ബോയിച്ചേട്ടൻ പറയായിരുന്നു, ബോയിച്ചേട്ടൻ ട്രെയിനിൽ കയറിയിട്ട് കുറേ വർഷമായിരുന്നു. ഞാൻ പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കയറുന്നത് നല്ലതാണ്, മാറ്റങ്ങളൊക്കെ അറിയണ്ടേ എന്താണ് അങ്ങനെ. അപ്പോൾ ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ സ്റ്റാർട്ടിങ് വിശേഷം. അപ്പോൾ ഞാൻ റോ ആയിട്ടിരിക്കുകയാണ്. കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. ജസ്റ്റ് രാവിലെ ഒരു മേക്കപ്പും ഇല്ല, ഒന്നുമില്ല. ഉറക്കത്തിൽ നിന്ന് വന്ന് പല്ല് തേച്ച് പോകും, കഴിയും, അത്രേ ഉള്ളൂ. അങ്ങനെ കൊച്ചടുക്കളയിൽ നിൽക്കുന്നു. കൊച്ചടുക്കളയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇന്ന് വലിയ എലാബറേറ്റ് കുക്കിംഗ് ഒന്നും അല്ല. ഇന്ന് ലഞ്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ ഒരു 1 pot മീൽ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു സിമ്പിൾ ലഞ്ച്. പക്ഷേ സിമ്പിളാണെങ്കിലും കഴിക്കാൻ നമുക്ക് ഒരുപാട് കറികളൊന്നും വേണ്ടെങ്കിൽ ഒരു ഒറ്റ കാര്യത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ റൈസ് ഉണ്ട്. ബസ്മതി റൈസ് വേണമെന്നില്ല. ഇപ്പം നമ്മൾ മട്ട റൈസ് ഉണ്ടെങ്കിൽ അതായാലും മതി. ഇവിടെ കുറുവ റൈസ് എന്ന് പറഞ്ഞിട്ട് റൈസ് ഞാൻ ഇടയ്ക്ക് എവിടെയോ പോയപ്പോൾ മേടിച്ചിട്ട് വന്നതാണ്, അതുണ്ട്. പിന്നെ അത് ഉണ്ട റൈസാണ് സാധാരണയായിട്ട്. ടിപ്പിക്കൽ കുറുവയാണോ എന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാനൊരു സ്ഥലത്തു നിന്ന് വാങ്ങിയതാണ്. പിന്നെ അത് കൂടാണ്ട് ട്രിവാൻഡ്രത്ത് അങ്ങനെ അധികം അത് കിട്ടാറില്ല. ഇവിടെ മട്ട റൈസിൽ ചെയ്താലും മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ബസ്മതി റൈസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കൂടെ നമ്മൾ കൊഞ്ചുണ്ട്. അപ്പോൾ കൊഞ്ചും കൂടി ചേർത്തിട്ട് ഒരു കൊഞ്ച് തേങ്ങാച്ചോറ് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. തേങ്ങാച്ചോറിൻ്റെ ടിപ്പിക്കലല്ല, കൊഞ്ചും കൂടി ചേർന്ന് വരുന്നുണ്ട്. അപ്പോൾ കൊഞ്ച് തേങ്ങാച്ചോറ് ആൻഡ് ഇൻ കുക്കർ. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ കാര്യം നടക്കും. ഇത് ഇച്ചിരി വേഗമുള്ള അരിയാണ്, അതുകൊണ്ട് കുക്കർ തന്നെ വേണം. തുടങ്ങാം അല്ലേ. ഇതിപ്പോൾ ഒരു 3 കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇത്രയും വേണ്ട. ഓക്കെ, ഇത് ചെറിയ അല്ലി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തേ ഉള്ളൂ. പിന്നെ 2 പച്ചമുളക്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. ഒരു സവാള ഇങ്ങനെ ഹാഫ് സ്ലൈസസ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഒന്ന് അരയ്ക്കണം, ഇതൊന്ന് ചതയ്ക്കണം, അതാണ് മെയിൻ കാര്യം. അപ്പോൾ ഈ 1 കപ്പ് തേങ്ങയിലേക്ക് 1 ടീസ്പൂൺ കശകശ ചേർത്താൽ വളരെ നല്ലതായിരിക്കും. പോപ്പി സീഡ്സ്, 1 ടീസ്പൂൺ പെരുംജീരകം, സോംഫ്, അതാണ് നമ്മുടെ പെരുംജീരകം. പിന്നെ കുറച്ച് കൊച്ചുള്ളി, സവാളയും ചേർക്കുന്നുണ്ട്, കൊച്ചുള്ളിയും ഉണ്ട്. ഒരു 10 കൊച്ചുള്ളി എന്ന് പറയാം. ഓക്കെ, ഇതെല്ലാം കൂടി ഒന്ന് നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട് വരാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരയ്ക്കാം. മസാല ചതച്ചെടുത്തു. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3 കാര്യമേ ഉള്ളൂ. തേങ്ങ അരച്ചെടുത്ത് പേസ്റ്റ് കൂടിയെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ ചെറിയ തരിപ്പായിട്ട് തന്നെ അരയ്ക്കണം. ഒരുപാട് പേസ്റ്റ് അല്ല, പേസ്റ്റാണ്, പക്ഷേ തരിയോടുകൂടി അങ്ങനെ. അതാകുമ്പോൾ ഇടയ്ക്ക് ചോറ് ഇങ്ങനെ കഴിക്കുമ്പോൾ ആ തേങ്ങയുടെ ഒരു ഇച്ചിരി കിട്ടുന്നത് നല്ലതാണ്. ഇതാണ് റൈസ്, നോക്കിക്കോളൂ. ഇത് കുറുവ റൈസ്. ഇത് ഇവിടെ ട്രിവാൻഡ്രത്ത് കിട്ടുന്നത്, ഇതിന് പല പേര് പറയും. ഇവിടെ CO റൈസ് എന്ന് പറയും, പിന്നെ അതുപോലെ ചെറുമണി അരി എന്ന് പറയും. എന്തായാലും ഇത് ബോയിൽഡ് റൈസാണ്. ഓക്കെ, പച്ച റോ റൈസ് അല്ല. അപ്പോൾ ഇത് ഇച്ചിരി വേഗം കൂടുതലാണ്, അതുകൊണ്ടാണ് നമ്മൾ കുക്കർ ഉപയോഗിക്കുന്നത്. അപ്പോൾ കഴുകി വൃത്തിയാക്കി ഊറ്റിയെടുത്താണ്. അപ്പോൾ കുക്കർ അടുപ്പിൽ വെച്ചു, ഞാൻ കത്തിച്ചു. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം. എന്ത് എണ്ണയാണെങ്കിലും കുഴപ്പമില്ല, നെയ്യ് വേണമെങ്കിൽ നെയ്യിലും ചെയ്യാം.
അപ്പോൾ ഇപ്പോൾ എന്തായാലും വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് ഈ ഒരു സവാള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് പിന്നെ കുറച്ച് പൊടികളും ഒക്കെ ചേർത്ത് കൊഞ്ചെടുക്കാം. ഈ റൈസ് ഇപ്പോൾ 2 കപ്പുണ്ട്, 2 കപ്പ് റൈസാണ്. ഇത് നോക്കിയേ, 1/2 കിലോയിൽക്കാട്ടിലും കുറച്ചുകൂടി ഉണ്ട് കൊഞ്ച്. ഇച്ചിരി കൂടുതൽ ഇരുന്നോട്ടെ, എന്തെങ്കിലും ഉണ്ടായിരുന്നല്ലോ. പിന്നെ അകത്ത് അതിൻ്റെ ആ അഴുക്കെല്ലാം കളഞ്ഞിട്ടുണ്ട്. എല്ലാം തീരുമാനം ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പാത്രം ചൂടായി. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തു. സവാള, ഭയങ്കരമായിട്ട് മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. അതോടൊപ്പം കുറച്ച് കറിവേപ്പില ചേർക്കുന്നു. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക് ഇട്ടു. ഇതെല്ലാം കൂടി ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കോട്ടെ. ഒരല്പം ഉപ്പും കൂടി ചേർക്കണം ഇതിൻ്റെ കൂടെ. ജസ്റ്റ് ഇതിനകത്തേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ ഉലുവായും കൂടി ചേർക്കാം. ഉലുവയും കൂടി പൊട്ടി മൂട്ടുള്ളൂ ഇതിനകത്ത് എടുത്തിട്ട് ഇനി ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇത് മതി, ഇത്ര മൂത്താൽ മതി, ഒരുപാട് ബ്രൗൺ ആകേണ്ട ആവശ്യമില്ല. ഇനി ഇതിനകത്തേക്ക് കൊഞ്ച്. ഇതിപ്പോൾ 1/4 കിലോ ഇട്ടാലും കുഴപ്പമില്ല. ഇതിപ്പോൾ 1/2 കിലോ ഉണ്ട്, അതിൽ കട്ടിൽ ഇച്ചിരി കൂടെ ഉണ്ട്, അത് ഇടുന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ 2 കപ്പ് റൈസിന് ഇത്രയും കൊഞ്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ ഒരു രുചി ഇറങ്ങുന്നതാണ് ഏറ്റവും പ്രധാനം. കൊഞ്ചിനധികം വേഗമൊന്നുമില്ലല്ലോ, ഇത് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് വേഗം. കൊഞ്ചിന് വേണ്ടിയിട്ട് ഒരല്പം കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ. ഉപ്പ് കുറച്ച് നമ്മൾ ഓൾറെഡി ഉള്ളിയുടെ കൂടെ ചേർത്തിരുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട്. ഇനി ആ തേങ്ങാക്കൂട്ടും കൂടി ചേർത്ത്, തേങ്ങാക്കൂട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. പെരുംജീരകമുണ്ട്, കശകശയുണ്ട്, തേങ്ങ, കൊച്ചുള്ളി. ഇനി കുറച്ചുകൂടി ഉപ്പാകാം. ഇനി ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. പിന്നെ കുറച്ച്, ഒന്നുകിൽ ഹോൾ സ്പൈസസ് ഇടാം, പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഭയങ്കരമായിട്ട് മസാലയുടെ കുത്ത് വേണ്ട. ഇല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇതിപ്പോൾ ഞാൻ പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ, എത്ര മസാല മണം വേണം അതനുസരിച്ച്. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ എൻ്റെ ഗ്രേവിയുടെ ആ ഒരു ടേസ്റ്റ് എന്തായിരിക്കും. കംപ്ലീറ്റ് ഈ ചോറ് ഇനി ഇതിനകത്ത് കിടന്നാണ് വേകാൻ പോകുന്നത്. അപ്പം അരിയും ഇതിനകത്തേക്ക് ചേർക്കാം. ഈ കുറുവ റൈസ് എന്ന് പറഞ്ഞാൽ ഉരുണ്ട ഷേപ്പിലിരിക്കും, ഉണ്ട അരിയാണ്. ഇതിന് പകരം മട്ട റൈസ് ആകാം, ഇനി അല്ലെങ്കിൽ ബസ്മതി റൈസ് വേണമെങ്കിൽ അങ്ങനെ ആകാം, ഒരു പ്രശ്നമില്ല, ഏത് റൈസിലും ചെയ്യാം. അങ്ങനെ റൈസ് ചേർത്തു, നല്ലൊരു മിക്സി. അപ്പോൾ തരിതരിപ്പായിട്ടല്ലേ നമ്മൾ അരച്ചത് തേങ്ങ, അപ്പോൾ അതുകൊണ്ട് ചെറിയ തരി ഇങ്ങനെ കാണും, അത് നല്ലതാണ്. ഇനി ഇതിലേക്ക് 5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 5 കപ്പ് വേണമെന്നില്ല, ഇത് അരപ്പും കൂടി ചേർത്ത് വരുമ്പോൾ ഏകദേശം ഒരു 4.5 കപ്പ് വെള്ളം മതി ഓൾമോസ്റ്റ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ എത്ര ഉപ്പ് ചേർക്കുന്നു അതാണ് നമുക്ക് കിട്ടുന്ന ഉപ്പിൻ്റെ അളവ്. ഇച്ചിരി ഉപ്പ് നോക്കട്ടെ. അത്യാവശ്യം ഉപ്പുണ്ട്, അപ്പം ഇനി ഉപ്പൊന്നും ഞാൻ ചേർക്കുന്നില്ല. റൈസിൽ പിടിക്കാനുള്ള ഉപ്പ് വേണം. ഇനി കുക്കർ അടയ്ക്കാം, എന്നിട്ട് വേവിക്കാം. ഇത് പെട്ടെന്ന് തിള വരും, കാരണം തിളച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ചൂടുവെള്ളമാണ്. ഓൾമോസ്റ്റ് ബോയിലിംഗ് പോയിന്റ് വാട്ടറാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് വിസിൽ വന്ന് തുടങ്ങുമ്പോൾ ഒരു 5 വിസിൽ, ഓക്കെ 5 വിസിൽസ് വരട്ടെ. അത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിടുന്നു.
അപ്പോൾ ഒരു 5, അതായത് ഇപ്പോൾ 2 കപ്പ് റൈസിന് 5 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. പക്ഷേ അരപ്പെല്ലാം കൂടി ഏകദേശം ഒരു കപ്പോളം ഉണ്ടായിരുന്നു, 1/4 കപ്പ്. അതനുസരിച്ചിട്ട് ഞാനൊരു 4.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് 5 വിസിൽ വരണം, തീ ഓഫ് ചെയ്യണം. പിന്നെ ഉടനെ തുറക്കണ്ട, ഒന്ന് കൂളായിട്ട് തുറന്ന് നോക്കാം. ഇത് 3ാമത്തെ വിസിലാണ്. ഇനി ഒരു 2 വിസിലും കൂടി കഴിഞ്ഞാൽ 5 വിസിൽസ്. അപ്പോൾ തീ ഓഫ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നന്നായിട്ട് ആവിയെല്ലാം പോയി കഴിഞ്ഞു. അപ്പോൾ 5 വിസിൽ കഴിഞ്ഞിട്ട് ഞാൻ തീ ഓഫ് ചെയ്തു. യെസ്, കംപ്ലീറ്റ് ആവി പോകാനായിട്ട് വെയിറ്റ് ചെയ്യണം. എന്താ മണം, രക്ഷയില്ലാത്ത മണം. അയ്യോ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ കുഴഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നും, പക്ഷെ കുഴഞ്ഞിട്ടില്ല, പാകത്തിന് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ബോയിൽഡ് റൈസ് ആണല്ലോ. കുറുവ രീതിയാകുമ്പോൾ ഒരു ഉരുണ്ട ഷേപ്പാണ്, നല്ല ഭംഗിയുണ്ട്. ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. തണുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് സെറ്റാകും. ഇത് നമ്മൾ ചൂടോടുകൂടിയാണ് ഇപ്പോൾ സെർവിങ് പാത്രത്തിലേക്ക് മാറ്റുന്നത്. എന്നിട്ട് പോലും അങ്ങനെ കുഴഞ്ഞ ഒരു ഫീൽ അല്ല ആക്ച്വലി. ഇനി ഇത് ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടി സെറ്റാകും. കൊഞ്ച് തേങ്ങാച്ചോറ് ഇസ് റെഡി. അപ്പോൾ നമ്മൾ ഈ ബസ്മതി റൈസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ സാധാരണ ചോറുണ്ടാക്കുന്ന അരി എന്താണോ അതിൽ ചെയ്യാം. മട്ട റൈസ് ആണെങ്കിൽ അങ്ങനെ, ഇതിപ്പോൾ ഞാൻ കുറുവ റൈസാണ്. എല്ലാം ബോയിൽഡ് റൈസിൽ ചെയ്യാൻ പറ്റിയ കാര്യം. അങ്ങനെ വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റി. എന്ത് ടേസ്റ്റ് അറിയോ, രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ടു ഗുഡ്. അതിന് പ്രത്യേകിച്ച് സൈഡ് ഡിഷിനൊന്നും ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു ചമ്മന്തിയോ അച്ചാറോ എല്ലാം കൂട്ടി, റൈത്ത വേണമെന്നുണ്ടെങ്കിൽ അതും ആകാം. അപ്പം ഇങ്ങനെ കഴിക്കാൻ പറ്റിയൊരു കാര്യമാണ്. എക്സലൻ്റ് ആണ്. നമുക്കൊരു സിംഗിൾ മീൽ, ഒരു സിംഗിൾ എന്താ പറയുക, 1 പോട്ട് ഡിഷായിട്ട് ഉണ്ടാക്കാം. ഞാനിപ്പോൾ പ്രോൺസിൽ ചെയ്തു. ഇതേപോലെ തന്നെ വേണമെങ്കിൽ ബീഫിൽ ചെയ്യാം, ചിക്കനിൽ ചെയ്യാം, ഏത് മീറ്റിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ഞണ്ടിൽ ചെയ്യാം, കല്ലുമ്മക്കായിൽ ചെയ്യാം. ആ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ തേങ്ങാച്ചോറിൻ്റെ ടേസ്റ്റിനോടൊപ്പം നമ്മുടെ ആ നോൺ വെജ് മസാലയും കൂടി, ആ നോൺ വെജിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു സ്റ്റോക്കും കൂടി ചേർന്ന് വരുമ്പോൾ ഭയങ്കര സ്വാദം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച്. ഒരു അലങ്കാരമായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഇത് മതി. യെസ്, ഒരു ഫ്രഷ് കറിവേപ്പില. അപ്പോൾ നമ്മളുടെ ചെമ്മീൻ തേങ്ങാച്ചോറ് ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, നോക്കൂ, ഞാൻ ഈ മനോഹരമായ അലങ്കാരം ഒരു സൈഡിലോട്ടാക്കിയിട്ട് കുറച്ച് തണുത്ത് തുടങ്ങുമ്പോൾ തന്നെ അതിങ്ങനെ തമ്മിൽ ഒട്ടാത്ത രീതിയിൽ വരെയാണ്. ഇഷ്ടംപോലെ കൊഞ്ചുണ്ട്. സോ ചട്നി കൂട്ടി കഴിക്കാം, ചമ്മന്തി കൂട്ടി വേണമെങ്കിൽ സാലഡ് കൂട്ടി കഴിക്കാം, റൈത്ത. യെസ്, ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നിർത്താനേ തോന്നില്ല. കുറച്ച് ഓവർ കുക്ക്ഡ് ആവും, എങ്കിലും അതിൻ്റെ സത്ത് കംപ്ലീറ്റ് സ്റ്റോക്ക് ഇതിനകത്ത് ഇറങ്ങുന്നുണ്ട്. കൊഞ്ച് വേണ്ട ആക്ച്വലി പറഞ്ഞാൽ, ആ ചോറ് മാത്രം കഴിച്ചാൽ മതി. അടിപൊളിയാണ്. ആക്ച്വലി നമ്മൾ ദുബായിൽ നിന്നും പെട്ടെന്ന് വന്നത് തന്നെ 2 ദിവസമല്ലേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് വന്നത് തന്നെ നമ്മൾ ആദ്യത്തിൻ്റെ കല്യാണത്തിന് പങ്കെടുക്കണം എന്നുള്ളത് കൊണ്ടാണ് കോഴിക്കോട് യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ ദുബായ് ഹാങ് ഓവർ കഴിയുന്നതിന് മുമ്പ് അടുത്ത യാത്ര. എന്തായാലും യാത്രകളുടെ ഒരു പരമ്പരയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
കുടുംബോളം നമ്മളോടൊപ്പം തന്നെ ഉണ്ട് കേട്ടോ, പാവം. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ലഞ്ചെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ ഇന്ന് വൈകുന്നേരത്തെ ട്രെയിൻ യാത്ര തൊട്ട് തുടങ്ങുന്നു. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ, കല്യാണ വിശേഷങ്ങളും ഞാൻ ഷെയർ ചെയ്യും. അങ്ങനെ കാലിക്കറ്റ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ റെഡിയായി ഇറങ്ങുകയാണ്. എല്ലാവരും കൂടി പോകുന്നതുകൊണ്ട് ഒരു ഊബറിലാണ് യാത്ര. കാര്യം നമ്മളെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് ആരുമില്ലല്ലോ, ബോയിച്ചേട്ടൻ ഞങ്ങളുടെ കൂടെ വരികയല്ലേ. ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിന് വളരെ വളരെ അടുത്താണ്. ഒരു കഷ്ടിച്ച് 10-15 മിനിറ്റിനുള്ളിൽ, ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ 10 മിനിറ്റ് പോലും വേണ്ട അവിടെ എത്താനായിട്ട്. എന്തായാലും കറക്റ്റ് ടൈമിന് തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞു. ഒരു പോർട്ടറിൻ്റെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ സ്റ്റേഷൻ്റെ അകത്തേക്ക് പോകുന്നത്. കാര്യം കുറച്ച് ഒരു ദിവസത്തെ യാത്രയാണെങ്കിലും കുഞ്ഞും കൂടി ഉള്ളതുകൊണ്ട് ബാഗ്സ് ഒക്കെ കുറച്ച് കൂടുതലായിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു 1 ഡേ ട്രിപ്പാണ്. അപ്പോൾ ഒരുപാട് ലഗേജ് ഒന്നും സാധാരണഗതിയിൽ കാണില്ല. പക്ഷെ നമ്മളൊരു വെഡ്ഡിങ്ങിൽ പങ്കെടുക്കാൻ പോവല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നാളത്തേക്കുള്ള ഡ്രസ്സിങ്ങിന് ആവശ്യമുള്ള കാര്യങ്ങളും പിന്നെ മോളുമായിട്ടുള്ള യാത്രയാണ്, അപ്പോൾ കുറച്ച് കൂടുതൽ സാധനങ്ങൾ എന്തായാലും ഉണ്ടാവും. വന്ദേ ഭാരത് എപ്പോഴും കറക്റ്റ് ടൈമിന് പോകുന്ന ഒരു ട്രെയിനാണ്. അത് കാരണം അത് ഏത് പ്ലാറ്റ്ഫോമിലാണ് സാധാരണയായിട്ട് കാണുന്നതെന്നുള്ളതും വളരെ കൃത്യമാണ്. ഇപ്പം നമ്മൾ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ് കേട്ടോ, കുറേ പ്രാവശ്യമായിട്ട് വന്ദേ ഭാരതിൽ യാത്ര ചെയ്തു. അതുകൊണ്ട് കറക്റ്റ് ട്രെയിനിനകത്ത് കയറി വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ സീറ്റിലൊക്കെ ഇരുന്ന് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷേ ബോയിച്ചേട്ടൻ ഇപ്പോൾ വന്ദേ ഭാരതിലൊന്നും അങ്ങനെ ട്രാവൽ ചെയ്തിട്ടില്ല. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. എന്നാൽ അപ്പൂപ്പൻ കൂടി വന്നതുകൊണ്ട് കുടുംബമുള്ള ഡബിൾ ഹാപ്പിയാണ് എന്ന് തന്നെ പറയാം. സാധാരണയായിട്ട് അപ്പൂപ്പനും കൂടി വരാറില്ലല്ലോ, അപ്പോൾ മോൾക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ഫൈനലി ഞങ്ങൾ കോഴിക്കോട് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ സമയം രാത്രി 10:30 മണി. അപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് കാറ് വെയിറ്റിംഗ് ആയിരുന്നു. അക്കോമഡേഷനൊക്കെ നേരത്തെ തന്നെ ഹോട്ടലിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ ഹോട്ടലിലേക്ക് പോകും. മോർണിംഗ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കാലിക്കറ്റിലാണ്. രാത്രി 10:30 ട്രെയിനിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ റൂമിലാണ്, ഹോട്ടൽ റൂമിൽ. ഉടുക്കുട്ടി നമ്മൾ ഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്. രാവിലെ 9:30 ഹോട്ടലിൽ നിന്നാണ്. ഞങ്ങളെല്ലാ റിലേറ്റീവ്സും ഈ ഹോട്ടലിൽ തന്നെ താമസിക്കും. അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് ചെയ്താണെങ്കിൽ നേരെ മണ്ഡപത്തിലേക്ക് പ്ലാൻ. അനുകുട്ടി കുളിക്കാനെല്ലാം പോയി ഓരോരുത്തരായിട്ട് ടേൺ വെച്ച് കുളി, ഡ്രസ്സിങ്, അങ്ങനെ. കുടുംബോളം എഴുന്നേറ്റ് രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിരിക്കുക. അപ്പോൾ നമ്മളുടെ റൂമിലേക്ക് ബോബിച്ചേട്ടൻ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഇളയ ബ്രദർ നാഗരാജിൻ്റെ വൈഫ് കസ്തൂരി വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും ഡ്രസ്സ് ചെയ്ത് വന്നിരിക്കുവാണ്. അനുക്കുട്ടിയും ഞാനും ഒക്കെ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഡ്രസ്സിങ്ങിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. കുടുംബോള് പട്ടുപാവാടയും തലയിൽ മുല്ലപ്പൂവും ഒക്കെ ആയിട്ട് അപ്പൂപ്പൻ്റെ കയ്യിൽ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ റെഡിയായി വെയിറ്റിംഗ് ഫോർ ദ കാർ. ബാക്കി എല്ലാവരും പോയി, ഞങ്ങൾ മാത്രം ബാക്കി. വി ആർ ലേറ്റ്. എൻ്റെ യങ്ങ ബ്രദറിൻ്റെ വൈഫും അനുക്കുട്ടിയും ഡ്രസ്സ് ചെയ്ത് ലാസ്റ്റ് അവരും ഇറങ്ങി. നമ്മളെല്ലാവരും ഒന്നിച്ചാണ് പോകുന്നത്. ഇതാണ് എൻ്റെ വേഷം കിട്ടും. മൈ ഡ്രസ്സിങ് ഇതാണ്, കളർ കോമ്പിനേഷൻ റോയൽ ബ്ലൂ ആൻഡ് പിങ്ക്. കസ്തൂരി മൈ യങ് സിസ്റ്റർ, അനി എൻ്റെ വൈഫ് അനുക്കുട്ടി. നമ്മളെല്ലാവരും ഇന്നൊരു കളർ തീമായിട്ട് പോകും. ബ്ലൂ ആണ് മെയിൻ തീം. ബ്ലൂ തീം നൈസ് അല്ലേ? എല്ലാ സുന്ദരികളും. ഞാൻ പറഞ്ഞു എന്നെ കുറിച്ച് സോറി സാരമില്ല. അപ്പൊ ഞാനൊന്നുകൂടെ പറയാം. അപ്പൊ അടുത്ത ആള് നമ്മൾ സ്വന്തമായിട്ട് പോഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഡ്രസ്സ് ചെയ്ത് ഒഴുകി കെട്ടി പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഒരു കല്യാണം അല്ലേ, കൊച്ചിനൊന്ന് ഡ്രസ്ഡപ്പ് ആയിട്ട്. ഞാൻ എത്ര നാൾ കഴിഞ്ഞാണ് പോയിക്കുന്നത്, കുറേ കാലങ്ങൾക്ക് ശേഷം. ചേഞ്ച് നന്നായിട്ടുണ്ടോ? ഞങ്ങൾ എല്ലാവരും തന്നെ കാറിൽ വളരെ സന്തോഷത്തോടു കൂടി വർത്താനമൊക്കെ പറഞ്ഞ് ജോളിയായിട്ട് പോവാണ്. അപ്പോൾ വെന്യൂവിലേക്കാണ് യാത്ര. രാവിലെ സമയം ആയതുകൊണ്ട് വലിയ ട്രാഫിക് ജാമൊന്നുമില്ല. അങ്ങനെ ഫൈനലി വെന്യൂവിൽ എത്തിക്കഴിഞ്ഞു. ദ റീഗൽ അവന്യൂ ഓഡിറ്റോറിയമാണ്, ഇവിടെയാണ് വിവാഹം നടക്കുന്നത്. ട്രിവാൻഡ്രത്തുനിന്ന് നമ്മുടെ അടുത്ത റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെയാണ് വന്നിട്ടുള്ളത് കോഴിക്കോടേക്ക്. ട്രിവാൻഡ്രത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഹിന്ദു വെഡിങ്സിന് വലിയ മാറ്റമൊന്നും ഇല്ലാന്ന് തോന്നുന്നു ചടങ്ങുകളുടെ കാര്യത്തിലൊന്നും. റിസപ്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യമാണ്. വരനെ അകത്തേക്ക് സ്വാഗതം ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ചെറിയ ചടങ്ങ്. താലപ്പൊലി ഏന്തിയ കുറേ സുന്ദരി കുട്ടികളും അവരോടൊപ്പം വധുവിൻ്റെ സഹോദരനും അടുത്ത ബന്ധുക്കളും എല്ലാവരും ചേർന്ന് നാദസ്വരത്തിൻ്റെ അകമ്പടിയോടുകൂടി വരനെ സ്വീകരിച്ച് ഹാളിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങാണിത്. വിവാഹം തുടങ്ങാനായിട്ട് ഇനി അല്പസമയം കൂടിയുണ്ട്.
ഞങ്ങളെല്ലാവരും ഓഡിറ്റോറിയത്തിൻ്റെ അകത്തിരിക്കുകയാണ്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്. എൻ്റെ അച്ഛൻ്റെ സൈഡിലുള്ള എല്ലാ റിലേറ്റീവ്സും, എൻ്റെ കസിൻസ്, അച്ഛൻ്റെ ബ്രദർ, ഫാമിലി, നമ്മളെല്ലാവരും തന്നെ വളരെ ഹാപ്പി ആയിട്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ഇങ്ങനെ ആകാംക്ഷഭരിതരായിട്ട് ഇരിക്കുവാണ്. ഇനി അടുത്ത വധുവിനെ മണ്ഡപത്തിലേക്ക് സ്വീകരിച്ച് കൊണ്ടുപോകുന്ന ചടങ്ങ് നടക്കുകയാണ്. താലപ്പൊലി ഏന്തിയ പെൺകുട്ടികൾ തന്നെയാണ് വധുവിനെയും മണ്ഡപത്തിലേക്ക് ആനയിക്കുന്നത്. നല്ല പട്ടുസാരിയും പൂവും ആഭരണങ്ങളും ഒക്കെ അണിഞ്ഞിട്ട് അനക്ക നല്ല സുന്ദരിയായ വളരെ മനോഹരിയായ ഒരു വധുവായി മണ്ഡപത്തിലേക്ക് കയറുകയാണ്. വധൂവരന്മാരായ അതായത് ആദിത്യനും അനക്കയും സദസ്സിലുള്ള എല്ലാവരെയും വണങ്ങി അനുഗ്രഹം വാങ്ങി പരസ്പരം മാല ചാർത്തി. ഇനി അടുത്ത താലികെട്ടൽ ചടങ്ങാണ്. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അതായത് ആദിത്യൻ്റെ അച്ഛൻ രാജനാരായണൻ ചേട്ടൻ താലിമാല ആദിത്യന് എടുത്തു കൊടുക്കുന്നു. ഇനി അടുത്തത് പുടവ കൊടുക്കൽ. പിന്നെ സീമന്തരേഖയിൽ കുങ്കുമം ചാർത്തൽ ചടങ്ങ്. അപ്പോൾ വധുവിൻ്റെ മൂത്ത ബ്രദർ വധുവിൻ്റെ കൈപിടിച്ച് വരനെ ഏൽപ്പിക്കുന്ന ചടങ്ങാണ്. വധുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് വരനിങ്ങനെ 3 പ്രാവശ്യം മണ്ഡപത്തിന് ചുറ്റും നടക്കുന്ന ആ ഒരു ഓസ്പീഷ്യസ് ചടങ്ങും കൂടിയുണ്ട്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഹിന്ദു ട്രഡീഷണൽ മാരേജിൻ്റെ ഭാഗമാണ്. അതിപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും കാലിക്കറ്റിലാണെങ്കിലും അതിനൊന്നും വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലാന്ന് തന്നെ എനിക്ക് തോന്നുന്നു. എല്ലാവരും സെയിം ഒരു പ്രൊസീജിയർ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ വളരെ മംഗളമായി ആ വിവാഹ ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ അവരുടെ ഹാപ്പി മാരീഡ് ലൈഫിന് വേണ്ടി ആശംസകൾ അറിയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. ഇവിടെ കോഴിക്കോട് വന്നു കഴിഞ്ഞപ്പോൾ അനക്കയുടെ ബന്ധുക്കളായിട്ടുള്ള കുറച്ച് പേരും സുഹൃത്തുക്കളും ഒക്കെ നമ്മുടെ യൂട്യൂബ് ഫാമിലിയുടെ മെമ്പേഴ്സും കൂടിയാണ്. അപ്പോൾ അവരുമായിട്ടെല്ലാം നമ്മളെല്ലാവരും പരസ്പരം പരിചയപ്പെടുകയും അവരോടെല്ലാം സൗഹൃദം പങ്കുവയ്ക്കുകയും അങ്ങനെ കുറേ നല്ല നിമിഷങ്ങൾ, അതോടൊപ്പം കുറേ ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നു, പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നു. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സാണ്, അവരെല്ലാം നമ്മുടെ യൂട്യൂബിൻ്റെ ഭാഗമാണ്. ഇനി അടുത്ത പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുകയാണ്. ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ സദ്യയാണല്ലോ അതിൽ മറ്റൊരു പ്രധാന കാര്യം. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ സദ്യ കഴിക്കുന്ന ഭാഗത്തുണ്ട്. സദ്യയുടെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ട്രിവാൻഡ്രം സ്റ്റൈൽ വേറെ, കാലിക്കറ്റ് സൈഡ് വേറെ, എല്ലാം വ്യത്യാസമാണല്ലോ. പക്ഷേ നല്ല സദ്യയായിരുന്നു, എല്ലാവരും നല്ല എൻജോയ് ചെയ്തു. തിരിച്ചുള്ള യാത്ര ഞങ്ങൾ വൈകുന്നേരത്തെ രാജധാനി എക്സ്പ്രസ്സിലേക്ക് മാറ്റി. കാരണം വന്ദേ ഭാരതിൽ തിരിച്ചുള്ള റിട്ടേൺ ടിക്കറ്റിൽ അനുക്കുട്ടിയുടെയും കുടുംബങ്ങളുടെയും ടിക്കറ്റ്സ് കൺഫേം ആയിട്ടില്ലായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് ബാക്കപ്പായിട്ട് നമ്മൾ രാജധാനിയിലും കൂടി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും തന്നെ ഇപ്പോൾ രാജധാനിയിലേക്ക് മാറി. കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു യൂട്യൂബ് ഫാമിലി മെമ്പർ നമുക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് മിസ്സസ് ഷഹീന ആൻഡ് ഷഹീനയുടെ ഹസ്ബൻഡ് ശ്രീ അബ്ദുൾ ബഷീർ. സത്യം പറഞ്ഞാൽ അവരെന്നെ കാണാൻ വരാനായിട്ട് എന്നെ വിളിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് വേണ്ടിയിട്ട് കുറേ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ വന്നത്. ഒരു വലിയ ആഗ്രഹമായിരുന്നു ഷഹീനയ്ക്ക് കുറച്ച് സ്നാക്സ് എനിക്ക് ഉണ്ടാക്കി തരണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, വന്നോളൂ, കൊണ്ട് തന്നോളൂ എന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്തായാലും കുറേ സ്നാക്സ് ഒക്കെ കൊണ്ട് തന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ഈ ഫോട്ടോഗ്രാഫ് മാത്രമേ എടുത്തുള്ളൂ. അതുകൊണ്ട് ഈ ഫോട്ടോ ഇടുന്നു. ഇതാണ് ഷഹീന. ഈ ഫോട്ടോ എടുത്തത് ശ്രീ അബ്ദുൾ ബഷീറാണ്, ഷഹീനയുടെ ഹസ്ബൻഡ്. അതുകൊണ്ടാണ് ഈ ഫോട്ടോയിൽ അദ്ദേഹത്തിനെ കാണിക്കാൻ പറ്റാത്തത്. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി രാജധാനി എക്സ്പ്രസ്സിൽ. വന്ദേ ഭാരതിലാണെങ്കിൽ കസേര മാതിരിയാണ്, ഇത് ബേർത്ത് പോലെയാണ്. ഇതിന് ഇതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, കിടന്നൊക്കെ വരാൻ വേണമെങ്കിൽ, അതും രസമാണ്. എന്തായാലും നമ്മളിവിടെ കുറേ സ്നാക്സ് ഒക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ അതൊക്കെ സ്നാക്സ് ഒക്കെ പുറത്തേക്ക് എടുത്തു തുടങ്ങി. ഉന്നക്കായും ചിക്കൻ സമോസയും, അയ്യോ എന്ത് ക്യൂട്ടായിട്ടാണ് അറിയാം സമോസയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഉന്നക്കായും ചിക്കൻ സമോസയൊക്കെ. കഴിച്ചിട്ടും മതിയാവുന്നില്ല. എന്തായാലും വളരെ സന്തോഷം തോന്നി. താങ്ക് യു സോ മച്ച് ഷഹീന ആൻഡ് ശ്രീ അബ്ദുൾ ബഷീർ. നിങ്ങളാ എടുത്തൊരു എഫേർട്ട് ഞങ്ങളെ കണ്ടെത്തി ഈ ഫുഡ് കൊണ്ടു തരാനും ഇത് ഉണ്ടാക്കാനെടുത്തൊരു എഫേർട്ടും ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കൊണ്ട് തന്നത് ഇതൊരു ഭയങ്കര ഹോസ്പിറ്റാലിറ്റി തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. കോഴിക്കോടുകാരുടെ ഹോസ്പിറ്റാലിറ്റി വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഇൻസിഡൻറ്റ് മാത്രമാണ്. ഷഹീന ഇവർ കോഴിക്കോടുകാരാണ്. ഇത്രയും എഫേർട്ട് എടുത്തിട്ട് എനിക്ക് കൊണ്ട് തരിക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ
സ്നാക്സൊക്കെ കൊണ്ടുതരുന്നത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്തായാലും നമ്മുടെ ഈ യാത്ര അതുകൊണ്ട് കുറച്ചുകൂടി ഗംഭീരമായി. ഞങ്ങളെല്ലാവരും തന്നെ കുടുംബങ്ങൾ ഉൾപ്പെടെ ടേസ്റ്റ് ചെയ്തു. ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ട്രിവാൻഡ്രത്തെത്തി. രാത്രി 1 മണിയായി. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും നമ്മളൊരു ഊബർ പിടിക്കുന്നു. ഇനി നേരെ വീട്ടിലേക്ക്. അങ്ങനെ ഫൈനലി വീടെത്തി. വളരെ സന്തോഷം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി വ്ളോഗ്സ്. ലവ് യു.